ഇവർ കാര്യങ്ങളൊക്കെ എല്ലാം അറിയുന്നുണ്ടാവും. പക്ഷെ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ മുഴകളെ മാത്രമാണ് നമ്മൾ ചുരുക്കി ഇല്ലാതാക്കി കളയുന്നത്. നോർമൽ ആയിട്ടുള്ള തൈറോയിഡ് ഗ്രന്ഥി അവിടെ തന്നെ നിലനിൽക്കുന്നു. ഈ ചുരുങ്ങിയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലൈവായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ നീഡിലിനെ ഈ മുഴയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഈ പ്രൊസീജിയറിന് ഒരു ആവറേജ് ഒരു 15 മിനിറ്റ്സ് മുതൽ ഒരു 30 മിനിറ്റ്സ് ആവറേജ് വരെ സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതായത് പേഷ്യന്റ് രാവിലെ വരുന്നു, പ്രൊസീജിയർ കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ പേഷ്യന്റ് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സർജറി എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അല്ലേ, ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത്. എന്നാൽ നമുക്ക് വരുന്ന ഈ തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉണ്ടല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളിലാണ്. ഈ തൈറോയിഡിന്റെ ഇഷ്യൂ ഒക്കെ ഈ കീറി മുറിക്കലില്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടത്താണ് ഞാൻ വന്നിരിക്കുന്നത്. എവിടെയാണെന്നല്ലേ, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ കിംസ് അൽ ഷിഫ എന്ന് പറയുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ തൗഫിക് സാറാണ്. സാർ, ഞാനിവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ സർജറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. നമ്മൾ ചെയ്യുന്ന സിസ്റ്റം അതല്ല, കീറിമുറിക്കലും പരിപാടികളൊന്നും ഇല്ല. ഈ പ്രൊസീജിയറിന്റെ പേരെന്താണ് വരുന്നത്? നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയിൽ വിവിധ തരം മുഴകളുണ്ട്. അത് ക്യാൻസർ അല്ലാത്ത മുഴകൾക്കുള്ള ചികിത്സയാണ് മെയിൻ ആയിട്ടും ഇന്റർവെൻഷണൽ റേഡിയോളജി സംവിധാനങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഉള്ളത് നമുക്ക് ആൽക്കഹോൾ അബ്ലേഷൻ എന്ന് പറയും. സിസ്റ്റിക് ആയിട്ട്, അതായത് ഒരു നീർക്കെട്ട് പോലെയുള്ള തൈറോയിഡുള്ള മുഴകളാണെങ്കിൽ നമുക്കത് ഒരു ആൽക്കഹോൾ ഉപയോഗിച്ചുകൊണ്ട് ആ സിസ്റ്റിനെ നമുക്ക് ചുക്കിക്കളയാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് വിവിധ തരം ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് കരിച്ചു കളയുന്ന ചികിത്സാ രീതികളാണ്. either റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, മൈക്രോവേവ് അബ്ലേഷൻ. ഇതല്ലാതെ വളരെ വലിയ തൈറോയ്ഡ് ഗ്രന്ഥികളാണെങ്കിൽ നമുക്ക് അതിനെ ചുരുക്കിക്കളയാനായിട്ട് എംബളൈസേഷൻ ചികിത്സാ രീതിയും അവൈലബിൾ ആണ്. ഈ ചികിത്സാ രീതികളെല്ലാം പിൻഹോൾ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യമായിട്ട് മുറിവുകളോ പാടുകളോ ഒന്നും ഇല്ലാതെ തന്നെ ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് നീഡിൽ ഉപയോഗിച്ച് ഈ മുഴകളിലേക്ക് എത്തി, അല്ലെങ്കിൽ രക്തക്കൊയൽ, ഈ മുഴകളെ സപ്ലൈ ചെയ്യുന്ന രക്തക്കൊയലുകളെ അടച്ചു കളഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചികിത്സാ രീതികൾ ചെയ്യുന്നത്. ഈ നേരിട്ടിട്ട് എന്ന് പറയുമ്പോൾ പിൻഹോൾ എന്ന് പറയുമ്പോൾ നേരിട്ട് നമ്മൾ ഈ തൈറോയിഡിലേക്ക് തന്നെ ഡയറക്റ്റ് കുത്തുകയാണോ ചെയ്യുന്നത്, കൊടുക്കുകയാണോ ചെയ്യുന്നത്? അതെല്ലാം നമ്മുടെ സാധാരണ കൈകളിൽ കൂടിയാണ്. എങ്ങനെയാണ് ഇത് വെയിനിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്? നമ്മൾ രണ്ടുമുണ്ട്. അതായത് ഡയറക്റ്റ്, ഞാൻ ആദ്യം പറഞ്ഞ അബ്ലേഷൻ ചികിത്സാ രീതികളെല്ലാം ഡയറക്റ്റ് ആയിട്ട് തൈറോയിഡിലെ മുഴകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു നീഡിൽ അൾട്രാസൗണ്ട് സഹായത്തോടു കൂടി ഫുൾ ടൈം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിച്ച് വളരെ സേഫായി വൈറ്റൽ ഓർഗൻസിനെയോ അല്ലെങ്കിൽ അടുത്തുള്ള ഓർഗൻസിനെയോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ നമ്മൾ സേഫ് ആയിട്ട് തന്നെ ചെയ്യുന്നു. ഇതല്ല എംബളൈസേഷൻ ചികിത്സയാണെങ്കിൽ ഇതേപോലെ നമ്മൾ കയ്യിലെയോ കാലിലെയോ രക്തക്കൊയലിലൂടെ പോയിട്ട് ഈ സപ്ലൈ ചെയ്യുന്ന രക്തക്കൊയലുകളെ സ്പെസിഫിക് ആയി അതിന് വേറെ ഒരു ഓർഗൻസിനൊന്നും തകരാറ് സംഭവിക്കാത്ത രീതിയിൽ നമ്മൾ ഇതിനെ അടച്ചു കളയുന്നു. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊസീജിയർ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അത് ഞാൻ കാണിച്ചു തരാം. മെയിൻ ആയിട്ട് നമ്മൾ തൈറോയിഡിനായിട്ട് ചെയ്യുന്നത് ഒരു അബ്ലേഷൻ പ്രൊസീജിയറാണ്. അതായത് either റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, മോർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോവേവ് അബ്ലേഷൻ. ഒരു ഡേ കെയർ പ്രൊസീജിയറാണിത്. അതായത് പേഷ്യന്റ് രാവിലെ വരുന്നു, പ്രൊസീജിയർ കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ പേഷ്യന്റ് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഒരു ലോക്കൽ അനസ്തീഷ്യയിലാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുക. അതായത് കഴുത്തിന്റെ ഭാഗത്ത് തരിപ്പിച്ചുകൊണ്ട് അൾട്രാസൗണ്ട് സഹായത്തിൽ ഒരു നീഡിലിനെ നമ്മൾ എല്ലാ സമയവും വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഈ മുഴയിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, ലൈവായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ നീഡിലിനെ ഈ മുഴയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ആ എത്തിച്ചതിന് ശേഷം റേഡിയോ ഫ്രീക്വൻസി അഥവാ മൈക്രോവേവ് എനർജികൾ ഉപയോഗിച്ച് ഈ മുഴയുടെ ഉള്ളിൽ നമ്മൾ ചൂട് ഉണ്ടാക്കിയെടുക്കുന്നു. ഈ ചൂട് കാരണം മുഴയിലുള്ള കോശങ്ങൾ നശിച്ചുകൊണ്ട് ആ ചൂട് കിട്ടിയ ഭാഗം മെല്ലെ ചുരുങ്ങി ചെറുതായി പോവാണ് ചെയ്യുക. പ്രൊസീജിയർ ചെയ്യുന്ന സമയത്തും പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കും. അത് കഴിഞ്ഞാലും പേഷ്യന്റ് കോൺഷ്യസോടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇവർ കാര്യങ്ങളൊക്കെ എല്ലാം അറിയുന്നുണ്ടാവും. പക്ഷെ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ പ്രൊസീജിയർ. കഴിഞ്ഞാലും നമുക്ക് ചെറിയൊരു ഡ്രസ്സിങ് കഴുത്തിന്റെ അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് ഡേ അത് എടുത്ത് ഒഴിവാക്കാവുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മളിപ്പോ കാണുന്ന തൈറോയിഡ് സർജറി എന്ന് പറയുന്നത് ഇവിടെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അല്ലെ. കട്ട് ചെയ്തിട്ട് അതിന്റെ തൈറോയ്ഡ് ഗ്രന്ഥി പുറത്തേക്ക് എടുത്ത് കളയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതും ഇപ്പൊ ഇവിടെ സാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രൊസീജിയറുമായിട്ടുള്ള വ്യത്യാസം എന്താണ് വരുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥി വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് നമ്മുടെ ശരീരത്തിൽ. അത് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ. അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കളയുന്നതിലൂടെ തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാവുന്നത് നിൽക്കുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് തൈറോയ്ഡ് ഹോർമോൺ ഗുളികകൾ കഴിക്കേണ്ടതായിട്ട് വരും, ജീവിതകാലം മുഴുവനും. അതെ. നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് വെച്ചാൽ അബ്ലേഷൻ അല്ലെങ്കിൽ എംബളൈസേഷൻ അതുപോലെ ആൽക്കഹോൾ അബ്ലേഷൻ, ഈ ചികിത്സാ രീതികളെല്ലാം മുഴകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിനെ ആൽക്കഹോളിന്റെ എഫക്റ്റ് കൊണ്ടോ അതല്ലെങ്കിൽ ചൂട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ രക്തക്കൊയലുകൾ അടച്ചു കളഞ്ഞുകൊണ്ടോ ഈ മുഴകളെ മാത്രമാണ് നമ്മൾ ചുരുക്കി ഇല്ലാതാക്കി കളയുന്നത്. നോർമൽ ആയിട്ടുള്ള തൈറോയ്ഡ് ഗ്രന്ഥി അവിടെ തന്നെ നിലനിൽക്കുന്നു, അതിന്റെ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻസ്. ഈ ചുരുങ്ങിയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് ബിനൈൻ ആയിട്ടല്ല, അതായത് മാലിഗ്നന്റ് അല്ല, ക്യാൻസർ അല്ലാത്ത മുഴകളെയാണ് നമ്മൾ ഈ രീതിയിൽ ചികിത്സിച്ച് കളയുന്നത്. അപ്പോൾ ഈ ക്യാൻസർ അല്ലാത്ത മുഴകൾക്ക് വേണ്ടി തൈറോയ്ഡ് ഗ്രന്ഥിയെ മുഴുവനായിട്ട് എടുത്തു കളയേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. ഇപ്പൊ ഇവൻ ചുരുക്കി ഇല്ലാതാക്കി കളഞ്ഞാലും റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പ് മാത്രമാണ് നമുക്ക് ആവശ്യം. അത് കൂടുതൽ സൈസ് കൂടുന്നുണ്ടോ
അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളിപ്പോ ഈ കണ്ടിട്ടുള്ള ഈ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ഈ ഒരു പ്രൊസീജിയർ നമുക്ക് എത്ര ടൈം എടുക്കുന്നുണ്ട് ചെയ്ത് തീരാൻ വേണ്ടിയിട്ട്? അതെ, ഈ പ്രൊസീജിയറിന് ഒരു ആവറേജ് ഒരു 15 മിനിറ്റ്സ് മുതൽ ഒരു 30 മിനിറ്റ്സ് ആവറേജ് വരെ സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അത്ര മതിയാവും. 15 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റുള്ള പരിപാടി കഴിയും. അതെ അതെ. ഇതിപ്പോ സാറ് തുടക്കത്തിൽ പറഞ്ഞല്ലോ നമുക്ക് വന്നിട്ട് അന്ന് തന്നെ തിരിച്ചു പോവാന്നുള്ളത്. അത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. അതായത് സെയിം ഡേ പേഷ്യന്റ് അഡ്മിറ്റ് ആയി അന്ന് തന്നെ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോവാം, തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഏതൊക്കെ ഏജിലുള്ളവർക്ക് ചെയ്യാൻ പറ്റും, പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രായഭേദമന്യേ ബിനൈൻ ആയിട്ടുള്ള തൈറോയ്ഡ് മുഴകൾ ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ഈ ഒരു പ്രൊസീജിയർ ചെയ്യാവുന്ന, എല്ലാവർക്കും ചെയ്യാം. അതേപോലെ ഇതിന് പ്രത്യേകമായിട്ട് റെസ്റ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടോ? സെയിം ഡേ പോവാം, നെക്സ്റ്റ് ഡേ മുതൽ പേഷ്യന്റ് ദൈനംദിന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. റെസ്റ്റിൻ്റെതായിട്ടുള്ള ഒരു ആവശ്യം ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇത്രയാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ. എത്ര സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടല്ലോ. ഈ ഒരു സിസ്റ്റം, ഇതേപോലുള്ള ചികിത്സാ രീതികൾ ശരിക്കും നമ്മുടെ കേരളത്തിൽ ലോകോത്തര നിലവാരത്തിൽ തന്നെ പല ഹോസ്പിറ്റലും തരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പലരും അറിയുന്നില്ല. നമ്മൾ ഏതൊരു ചികിത്സ എടുക്കുമ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടതും ഈ ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ നിങ്ങൾ ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ കാണാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന ടെൻഷൻസ് ഉണ്ടല്ലോ, ഇത് കീറി മുറിക്കുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നാളെ വരുമോ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്, നമ്മളെയും നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുപോലുള്ള ടെക്നോളജികൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, വിളിക്കുക, നിങ്ങൾ സംസാരിക്കുക. ഈ ഒരു വീഡിയോ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.